ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഞാൻ ഇന്നിവിടെ നെറ്റി ബബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം ഞാൻ ബേക്ക് ചെയ്യാനുള്ള കേക്ക് ടിന്ന് ഗ്രീസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ബട്ടർ പേപ്പർ വിരിച്ചു കൊടുക്കണം. 7 ഇഞ്ചിൻ്റെ പാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. സൈഡിലേക്കുള്ള ബട്ടർ പേപ്പർ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ടിന്നിനെക്കാട്ടിലും കുറച്ചുകൂടി വലുപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിന് ഇനി 2.5 ടീസ്പൂൺ മൈദ മാറ്റി വെച്ച് അതിലേക്ക് ബൂസ്റ്റ് പൊടി ചേർക്കണം. അതേ അളവിന് ബൂസ്റ്റ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിഞ്ച് ഉപ്പ്, ഇതൊക്കെ കൂടി ചേർത്തൊന്ന് നന്നായി ഒന്ന് അരിച്ചെടുക്കണം. ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്ത് nന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നനവില്ലാത്ത ബൗൾ എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കണം. മുട്ട പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പഞ്ചസാര പൊടിച്ചത് കുറച്ചായി ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള പഞ്ചസാര പൊടിച്ചതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. കേക്ക് നല്ല സോഫ്റ്റായി കിട്ടാനൊക്കെ ഓയിൽ ചേർക്കുന്നത് നല്ലതാണ്. ഓയിൽ ചേർത്തതിന് ശേഷം ഓവർ ബീറ്റ് ചെയ്യരുത്, ബാറ്റർ ലൂസായി പോവുള്ളൂ. മുട്ട നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നേരത്തെ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്ത് കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് സ്പാച്ചിൽ വെച്ചോ വിസ്ക് വെച്ചോ പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ തയ്യാറായി കിട്ടേണ്ടത്. ഇനി നേരത്തെ ഗ്രീസ് ചെയ്ത പാത്രത്തിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്ത് ബേക്ക് ചെയ്യാൻ വെക്കാം. 7 ഇഞ്ചിൻ്റെ പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. കുക്കറിലാണ് ഞാൻ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. കേക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം പാത്രത്തിൽ നിന്ന് മാറ്റാം. കേക്ക് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലെയറായി കട്ട് ചെയ്തെടുക്കണം. ഇനി അതിലേക്കുള്ള ക്രീം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഫിയോണൻ്റെ ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ 1/2 കപ്പ് ഷുഗറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഞാനിത് ഫസ്റ്റിലിട്ടിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. പിന്നെ തിക്കിനനുസരിച്ചിട്ട് മാറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ക്രീം ബീറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ വിസ്കും പാത്രവും ഫ്രീസറിലൊന്ന് വെച്ച് തണുപ്പിച്ചെടുക്കേണ്ടതാണ്. അത് റെക്കോർഡ് ചെയ്യാൻ മറന്നു പോയതാണ്.
ക്രീം നല്ല സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. പാത്രം ചെരിച്ച് വെച്ചാലും പാത്രത്തിൽ നിന്ന് താഴെ വീഴാത്ത വിധത്തിൽ വേണം ക്രീം സ്റ്റിഫായി കിട്ടാൻ. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. ഈ കേക്ക് ബോർഡിലേക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്ത് കേക്ക് വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കേക്ക് എപ്പോഴും ഐസിങ് ചെയ്ത് കൊടുക്കുമ്പോൾ ലെവലായി നിൽക്കാൻ വേണ്ടി ഏറ്റവും താഴെയുള്ള ലെയറാണ് മുകളിൽ വെച്ച് കൊടുക്കേണ്ടത്. ഇനി ക്രീം എല്ലാ സ്ഥലത്തു കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായി ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്. ഇതിന് എല്ലാ ഭാഗത്തു കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി കുറച്ച് ബൂസ്റ്റ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് നട്ട്സും ചോക്കോ ചിപ്സുമാണ് എടുത്തിട്ടുള്ളത്. നട്ട്സായിട്ട് ബദാമും കാഷ്യൂനട്ടുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാവുന്നതാണ്. അങ്ങനെ 3 ലെയറും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി മുകളിലത്തെ ലെയറിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്ത് ക്രീം അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് കോട്ടിങ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലൊന്ന് വെച്ച് തണുപ്പിച്ചിട്ടാണ് സെക്കൻഡ് കോട്ടിങ് ചെയ്യുക. ഇനി അതിൻ്റെ സൈഡിലൂടെ നട്ട്സ് ഇട്ട് കൊടുക്കാം. കേക്കിൻ്റെ മുകളിലുള്ള ബബിൾസിന് വേണ്ടി ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് 1.5 ടീസ്പൂൺ ബട്ടറും 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും 2 ടേബിൾ സ്പൂൺ വൈറ്റ് ചോക്കോ ചിപ്സുമാണ് എടുത്തിട്ടുള്ളത്. ഇനി കേക്കിൻ്റെ മുകളിലായി ഇങ്ങനെ ബബിൾസ് ഉണ്ടാക്കി കൊടുക്കാം. ഇനി ബബിൾസിൻ്റെ മുകളിലായി ബൂസ്റ്റ് പൊടി അരിപ്പയിൽ അരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ബൂസ്റ്റ് പൊടി ഇട്ടതിന് ശേഷം ഒന്നുകൂടെ ഭംഗിക്ക് വേണ്ടി ഞാൻ ബബിൾസിൻ്റെ മുകളിൽ ഗനാഷ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെട്ടി ബബിൾ കേക്ക് തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.